വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള വളരെ ഫൺ ടു റൈഡ് ആയിട്ടുള്ള ബെറ്റർ ലുക്ക് ആയിട്ടുള്ള ഒരു വാഹനം, അതും 125cc എൻട്രി ലെവൽ സെഗ്മെന്റിൽ ഹീറോ എക്സ്ട്രീം 125. വെൽക്കം ടു ടർബോ ഡ്രൈവ്. ഈ വാഹനം എക്സ്ട്രീം 160R ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാഹനത്തിൻ്റെ എല്ലാ DNA എല്ലാ എലമെൻസും ഈ ഒരു വാഹനത്തിൽ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഐ കാച്ചിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. വളരെ അഗ്രസീവായിട്ടുള്ള യങ് ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വാഹനം ഹീറോ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ടാങ്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു മസ്കുലാർ ലുക്കും, ഫ്രണ്ടിലെ ഹെഡ്ലാമ്പിന് കൊടുത്തിരിക്കുന്ന മസ്കുലാർ ലുക്കും, ഈ ഒരു ടെയിൽ ഭാഗത്തേക്ക് വരുമ്പോഴും കൊടുത്തിരിക്കുന്ന ആ ഒരു മസ്കുലാർ എലമെൻറ്റ്സ് എല്ലാം ആ ഒരു യങ്ങർ ഓഡിയൻസിനെ കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ബെറ്റർ റൈഡിംഗ് പൊസിഷനും ഓഫർ ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് എക്സ്ട്രീം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടി വാഹനത്തിനെ ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗമൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ തൈസിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ ഒക്കെ ആണെങ്കിലും ആ ഒരു അഗ്രസീവ് എലമെൻറ്റ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. വളരെ ചെറിയ ടൈനി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. കുറച്ചുകൂടെ വലിയ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ബേസിക്കായിട്ട് വേണ്ട ഫംഗ്ഷൻസ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. മാപ്പോ നാവിഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നില്ല. ബേസിക്കായിട്ട് വേണ്ട ചെറിയൊരു മിനിമലായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ആൻഡ് ഹാൻഡിലൊക്കെ ആണെങ്കിലും വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വലിയൊരു ഹെവി ഫീൽ കിട്ടുന്ന ടൈപ്പിലുള്ള ഒരു ഹാൻഡിൽ ബാറല്ല. മിററും ഒരു ചെറിയ മിററാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഒരു വലിയ മിറർ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ഇനിയിപ്പോൾ പില്യൺ ഭാഗത്തേക്ക് വരികയാണെങ്കിലും സ്പ്ലിറ്റ് ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. സോ കുറച്ച് ഉയർന്ന ഒരു സിറ്റിംഗ് പൊസിഷനാണ് പില്യൺ റൈഡർക്ക് വരുന്നത്. പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗ്രാബ് റെയിലാണെങ്കിലും അഗ്രസീവ് എലമെൻറ്റ്സ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വാഹനത്തിന് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ഒബ്സ്റ്റക്കിൾസോ ചെറിയൊരു ഓഫ് റോഡൊക്കെ പോകാനും ഈ ഒരു വാഹനം കേപ്പബിൾ ആണ്. സോ ഇൻ എ വേ ഒരു നല്ല റൈഡിംഗ് പൊസിഷനും ഒരു റൈഡിംഗ് സ്റ്റാൻസും ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇനി ബ്രേക്കിംഗ് എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസ്കും ബൈക്ക് ഡ്രമ്മും ആണ് വരുന്നത്. നമുക്ക് ABS ഓപ്ഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് ഫ്രണ്ടിൽ വരുന്നത്. IBS എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ABS ആണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വാഹനം വരും. നോൺ ABS ആണെങ്കിൽ IBS ആണെങ്കിൽ ഒരു 95-96 രൂപ ആ ഒരു റേഞ്ചിൽ വരും. സോ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 95,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ്. സോ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഈ ഒരു വാഹനം ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇതിൻ്റെ എക്സോസ് ഭാഗം നോക്കുകയാണെങ്കിലും വളരെ മിനിമലായിട്ടുള്ള ഒരു എക്സോസ് ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്വീറ്റ് എക്സോസ് നോട്ടും ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എക്സോസ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ, ഇതിൻ്റെ ഒരു അഗ്രസീവ് നേച്ചറും ആ ഒരു എക്സോസ് നോട്ടും എക്സോസിൻ്റെ ഡിസൈനും തുടങ്ങിയ ഫാക്ടേഴ്സൊക്കെയാണ്. ഒരു 150cc അല്ലെങ്കിൽ 200cc വാഹനങ്ങൾ കിട്ടുന്ന ആ ഒരു സെയിം എലമെൻസിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു 125cc എൻട്രി ലെവലിൽ നമുക്ക് ലഭിക്കുന്നത്. റൈഡ് ആൻഡ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ വളരെ ക്വിക്കായിട്ടുള്ള ഒരു ത്രോട്ടിൽ റെസ്പോൺസും ഒരു ഗിയർ റേഷ്യോ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നല്ല സിറ്റി റൈഡിലൊക്കെ ആണെങ്കിലും നല്ല ബെറ്റർ ഹാൻഡിലിംഗ്, ബെറ്റർ റൈഡ് ആൻഡ് കംഫർട്ടും ബെറ്റർ സസ്പെൻഷനും ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. പ്രായമുള്ള ആൾക്കാർക്ക് കയറാൻ ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. ബിക്കോസ് ഈ ഒരു പില്ലിൻ സീറ്റ് കുറച്ച് ഉയർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ 80-90% ഈ ഒരു വാഹനത്തിൻ്റെ ബൈയിങ് കപ്പാസിറ്റി ഏജ് നോക്കുകയാണെങ്കിൽ ഒരു യുവാക്കൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു രീതിയിലും ഈ ഒരു വാഹനം ഹീറോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇനി ഒരു വാഹനം ആർക്കാണ് കംഫർട്ടബിൾ എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു എൻട്രി ലെവൽ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ലുക്കായിട്ടുള്ള അഗ്രസീവ് നേച്ചറുള്ള ഒരു ഫൺ ടു റൈഡായിട്ടുള്ള ഒരു വാഹനം വേണം. എന്നാൽ സർവീസ് മെയിൻ്റനൻസ് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിക്ക് അടുത്തുള്ള ഏറ്റവും ഒരു ഡീലർഷിപ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഹീറോ എക്സ്ട്രീം ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് ഹീറോയ്ക്കാണ് ഈ ഒരു 2 വീലർ സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഹോണ്ട കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർവീസ് നെറ്റ്വർക്ക് ഉള്ളത്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മെയിൻ്റനൻസ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് എക്സ്ട്രീം 125. സോ മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.